അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മനസ്സിൽ എത്ര എത്ര വലിയ ആഗ്രഹമാണെങ്കിൽ പോലും, ഇനി എത്ര വലിയ കടം ഉള്ളവരുമാണെങ്കിൽ പോലും, കടക്കെണിയിൽപ്പെട്ട് ഇനി എന്ത് ചെയ്യും, മുന്നോട്ട് ഇനി എന്താണ് എന്ന് നിൽക്കുന്നവരാണെങ്കിൽ പോലും, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അസ്മാഉൽ ഹുസ്ന കൊണ്ട് നമുക്ക് അതിനെല്ലാമുള്ള ഒരു പരിഹാര മാർഗമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളിൽ ഓരോരുത്തരും അസ്മാഹുൽ ഹുസ്ന, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ 99 നാമങ്ങളും അസ്മാഹുൽ ഹുസ്ന വെച്ച് ദുആ ചെയ്യാത്തവരാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിനെ വെച്ച് ദുആ ചെയ്യേണ്ടതാണ്. കാരണം അത്രയ്ക്ക് മഹത്വമുള്ള ഇസ്മുകളാണ് അതിലുള്ളത്. ഈ 99 നാമങ്ങൾക്കും അതിൻ്റെതായ മഹത്വങ്ങളും ഗുണങ്ങളും ഉള്ളതാണ്. ഒരു മുസ്ലിമായ വ്യക്തി അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അസ്മാഉൽ ഹുസ്നയിലെ 99 നാമങ്ങളും മനഃപ്പാഠമാക്കി മരണപ്പെട്ടാൽ അവൻ തീർച്ചയായിട്ടും സ്വർഗത്തിലാണ് എന്നാണ് പറയപ്പെടുന്നത്. അത്രയ്ക്ക് മഹത്വമേറിയ ഒരു കാര്യമാണ് ഈ അസ്മാഉൽ ഹുസ്ന. വളരെ എളുപ്പം നമുക്ക് ചൊല്ലിത്തീർക്കാൻ പറ്റിയ, മനഃപ്പാഠമാക്കാൻ പറ്റിയതാണ് ഇത്. ആ അസ്മാഉൽ ഹുസ്ന വെച്ചാണ് ഇന്നത്തെ നമ്മുടെ ആവശ്യം, ആഗ്രഹങ്ങൾ അള്ളാഹു സുബ്ഹാനഹു തആലയോട് നമ്മൾ ചോദിക്കാൻ പോകുന്നത്. നമ്മൾ എല്ലാവരും ഫർള് നമസ്കരിക്കുന്നവരാണ്. അങ്ങനെ മുടങ്ങാതെ നമസ്കരിക്കാത്തവരാണ് എങ്കിൽ ഇന്നു മുതൽ അങ്ങനെ ചെയ്യുക. ഒരു വഖത്ത് പോലും മുടങ്ങാതെ, ഒരു വഖത്ത് പോലും ഖളാ ആക്കാതെ നമസ്കരിക്കുക. കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കുക. നമ്മൾ അങ്ങനെ അവനിലേക്ക് അടുക്കും തോറും അള്ളാഹു നമ്മളിലേക്ക് കണ്ണു തുറക്കുന്നതും വളരെ വേഗത്തിലായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഒരു വഖത്ത് പോലും നമസ്കാരം ഖളാ ആക്കാതെ നമസ്കരിക്കുക. ഇനി സുന്നത്ത് നമസ്കരിക്കാൻ പറ്റുന്നവരാണ് എങ്കിൽ അങ്ങനെ സുന്നത്ത് നമസ്കരിക്കുക. എന്നിട്ട് അവനിലേക്ക് കൂടുതലായി അടുക്കാൻ ശ്രമിക്കുക. അന്നേരം അവൻ അള്ളാഹു തആല നമ്മളിലേക്കും കൂടുതലായി അടുക്കുകയും ചെയ്യും. പിന്നെ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ പോലും വിചാരിക്കാത്ത സമയത്ത്, നമ്മൾ പോലും വിചാരിക്കാത്ത രീതിയിൽ അത് നമുക്ക് സാധിച്ചു കിട്ടുന്നതായിരിക്കും. നമ്മൾ സുബഹി നമസ്കരിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ നമ്മൾ എപ്പോഴാണോ നമുക്ക് സ്വസ്ഥതമായി ആരും നമ്മളെ ശല്യപ്പെടുത്താൻ ഇല്ലാത്ത സമയം എപ്പോഴാണോ അന്നേരം നമ്മൾ യാ കബീറു യാ അല്ലാ, യാ കബീറു യാ അല്ലാ എന്ന ഇസ്മ, അള്ളാഹു സുബ്ഹാനഹു തആല അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട യാ കബീറു യാ അല്ലാ എന്ന ഇസ്മ 232 പ്രാവശ്യം ചൊല്ലുക. എന്നിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. എൻ്റെ ഇന്ന ആഗ്രഹം സാധിപ്പിച്ചു തരണേ അല്ലാ എന്നും പറഞ്ഞ് ദുആ ചെയ്യുക. 232 തവണ ചെല്ലുമ്പോഴും ആരോടും മിണ്ടാൻ പാടില്ല. മനസ്സിൽ മറ്റുള്ള ചിന്തകളൊന്നും വരാൻ പാടില്ല. പിന്നെ ഒരു കാര്യം, ഞാൻ പറഞ്ഞത് കൊണ്ട് ആരും ബുദ്ധിമുട്ടി ചെയ്യണമെന്നില്ല. ഈ വീഡിയോ കണ്ട് എന്തായാലും ഒന്ന് ചെയ്തു നോക്കാം. ഇത് കണ്ടതല്ലേ എന്നും വിചാരിച്ച് ആരും ചെയ്യേണ്ട ആവശ്യമില്ല. ആദ്യം തന്നെ നിങ്ങളുടെ മനസ്സിൽ ഒരു ദൃഢമായ വിശ്വാസം കൊണ്ടുവരിക. അള്ളാഹു തആല ഞാൻ ഇത് ഓതുന്നത് കൊണ്ട്, ഞാൻ ഇത് ചെല്ലുന്നത് കൊണ്ട് എനിക്ക് അള്ളാഹു സുബ്ഹാനഹു തആല ഇത് നടത്തിത്തരും, തീർച്ചയായിട്ടും ഇത് നടത്തിത്തരും എന്നുള്ള ഒരു ദൃഢമായ വിശ്വാസം മനസ്സിൽ കൊണ്ടുവരിക. ഇൻഷാ അല്ലാഹ് അന്നേരം നമ്മൾ പോലും അറിയാത്ത വഴിയിലൂടെ നമുക്ക് അള്ളാഹു തആല നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരും. അതുകൊണ്ട് എല്ലാവരും ഇത് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അസ്മാഉൽ ഹുസ്ന എന്നും പതിവാക്കുക. വളരെ പെട്ടെന്ന് നമുക്ക് ചൊല്ലി തീർക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഇത് പതിവാക്കുക. ചൊല്ലുന്നതിന് മുന്നെയായിട്ട് അള്ളാഹുവിനോട് കൂടുതൽ അടുക്കുക, സ്വലാത്ത് ചൊല്ലുക. ദിക്റുകളൊക്കെ ചൊല്ലിയതിന് ശേഷം ഈ 232 പ്രാവശ്യം യാ കബീറു യാ അല്ലാ എന്ന ഇസ്മ ചൊല്ലുക. ഇൻഷാ അല്ലാഹ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഹൈറും ബർക്കത്തും ഉണ്ടാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.